വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സിലബസ് പ്രകാരം PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിവരാവകാശ നിയമം, സുപ്രധാന നിയമങ്ങളിൽ വിവരാവകാശ നിയമത്തിൻ്റെ 2 ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 ക്ലാസ്സും PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഈ ഒറ്റ ക്ലാസ്സിലൂടെ പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഓരോ ദിവസം SCRT ക്ലാസ്, അതുപോലെ തന്നെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും അല്ലാതെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസും ചെയ്യുന്നുണ്ട് കേട്ടോ. ഞായറാഴ്ച ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലാത്തതിനും നമ്മുടെ ചാനലിൽ SCRT ക്ലാസ്സുകൾ ഒരു ദിവസം SCRT ആണെന്നുണ്ടെങ്കിൽ പിന്നെ PSC ചോദിച്ച ചോദ്യങ്ങൾ അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ക്ലാസ്സുകളും എല്ലാ ടോപ്പിക് വൈസ് ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ എന്താണ്? അപ്പോൾ എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്നാണ് 2019 ഭേദഗതി വന്നത്. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് ഭേദഗതി വന്നത് 2019. എന്നാൽ നിലവിൽ വന്നത് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? 1986 ഡിസംബർ 24 ഡിസംബർ 24 എന്ത് വരുന്നത്? ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് 1986 ഡിസംബർ 24. അതിനാൽ ഡിസംബർ 24 പ്രത്യേകത എന്ന് പറയുന്നത് ദേശീയ ഉപഭോക്തൃ ദിനമാണ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദേശീയ ഉപഭോക്തൃ ദിനം എന്നാണ്? ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. 1986 ഡിസംബർ 24 ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് ദേശീയ ഉപഭോക്തൃ ദിനം ചോദിക്കുകയാണെങ്കിൽ ഡിസംബർ 24. എന്നാൽ ലോക ഉപഭോക്തൃ ദിനം ചോദിക്കുകയാണെങ്കിൽ മാർച്ച് 15. അതും ചോദിക്കാറുണ്ട്. നമുക്ക് കാണാം, ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ മാർച്ച് 15 എന്താണ്? ലോക ഉപഭോക്തൃ ദിനമാണ്. മാർച്ച് 15 ദേശീയ ഉപഭോക്തൃ ദിനം ഡിസംബർ 24. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരമുള്ള 2019 ഭേദഗതി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ 2019 പ്രകാരമുള്ള ഉപഭോക്താക്കളുടെ അവകാശത്തെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന പ്രസ്താവനകൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. വാങ്ങുന്നതിന് മുമ്പ് സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർപ്പാക്കേണ്ടുന്ന സമയപരിധി എത്രയാണ്? അതായത് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം വിശദമായ പരിശോധന അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളുടെയോ ആവശ്യമായ വസ്തുക്കളുടെ മേലുള്ള പരാതി തീർക്കേണ്ട സമയപരിധി എത്രയാണ്? 5 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 മാസത്തിനുള്ളിൽ ആ പരാതി തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിയമപ്രകാരം വിശദമായ പരിശോധനയോ അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകളോ ആവശ്യമായ വസ്തുക്കളുടെ മേലിലുള്ള പരാതി തീർപ്പാക്കേണ്ട സമയപരിധി എത്രയാണ്? 5 മാസത്തിനുള്ളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു അവകാശം എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നതാണ് പ്രധാനപ്പെട്ട അവകാശമായിട്ട് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് വരുന്നത്. സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അതല്ലാതെ പ്രധാനപ്പെട്ട 6 അവകാശങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പറയുന്നത് നമ്മൾ പറഞ്ഞു സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം പറഞ്ഞു അല്ലേ. ഈ സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ചൊക്കെ അറിയിക്കുവാനായിട്ട് ഉപഭോക്താക്കൾക്ക് അവകാശമുണ്ട്. നമ്മൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചിട്ട് ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ചിട്ടൊക്കെ അറിയിക്കുന്നതിനായിട്ടുള്ള അവകാശം ആർക്കുണ്ട്? ഈ ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ഗുണനിലവാരം, അതുപോലെ തന്നെ വില, അളവ് എന്നിവയെക്കുറിച്ച് അറിയിക്കുവാനുള്ള അവകാശം ആർക്കുണ്ട്?
ഈ ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട്. ഇനി സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങുമ്പോഴോ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്, ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നുണ്ട്. സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, നമുക്ക് സാധനങ്ങളൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റുന്നില്ലേ, അപ്പോൾ പറ്റുന്നുണ്ട് അല്ലേ, അപ്പോൾ അതാണ് പറയുന്നത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, അല്ലെങ്കിൽ എന്ന് പറയാം പ്രാതിനിധ്യം, കേൾക്കണമെന്നുള്ള അവകാശം ഉണ്ടോ, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, അതുപോലെ തന്നെ കേൾക്കാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമുക്ക് കാണാം അടുത്ത ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ കേൾക്കാൻ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, കേൾക്കാൻ അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പരിഹാരങ്ങൾക്കുള്ള അവകാശം, നമുക്കറിയാം ഏത് കമ്മീഷൻ കാണുന്നുണ്ടെങ്കിലും പരിഹാര കമ്മീഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പരിഹാരങ്ങൾക്കുള്ള അവകാശം, അതുപോലെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഇത്രയും അവകാശങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ അല്ലെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ കമ്മീഷൻ പ്രകാരം എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അവകാശങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഗുണനിലവാരം അല്ലെങ്കിൽ അളവ്, വില എന്നിവയെക്കുറിച്ചൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള അവകാശം ഉപഭോക്താക്കൾക്കുണ്ട്. ഇവർ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് ഒരു അവകാശം തന്നെയാണ്. സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അവരുടെ പ്രധാനപ്പെട്ട അവകാശമാണ്. ഇനി ഉപഭോക്താവിൻ്റെ അവകാശത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, അതുപോലെ തന്നെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, മത്സരാധിഷ്ഠിത വിലയിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധം, പരിഹാരത്തിനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയൊക്കെ ഈ ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തുള്ള അവകാശങ്ങളാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു. ഒന്ന്, ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉപഭോക്താവിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം. അതുപോലെ തന്നെ എന്താണ്, കേൾക്കുവാനുള്ള അവകാശമില്ല, ആർക്കും ഉപഭോക്തൃ കമ്മീഷന് കേൾക്കുവാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഉപഭോക്തൃ പരിഹാരത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അതുപോലെ തന്നെ മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശങ്ങളൊക്കെ ഇതിൽ പറയുന്നതാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണമെന്നാണ് നിയമം അനുശാസിക്കുന്നത്? ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി എന്നെടുത്ത് പറയുന്നുണ്ട് അല്ലേ. കേന്ദ്ര ഉപഭോക്തൃ സമിതിയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു തവണയാണ് എന്ത് ചെയ്യുന്നത്, മീറ്റിംഗ് കൂടേണ്ടത്. കേന്ദ്ര ഉപഭോക്തൃ സമിതിയാണെന്നുണ്ടെങ്കിൽ ഒരു തവണയാണ് മീറ്റിംഗ് കൂടേണ്ടത്. ഇനി സംസ്ഥാനത്തിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ, സംസ്ഥാനത്തിൻ്റെ മീറ്റിംഗ് കൂടേണ്ട സംസ്ഥാനത്തിൻ്റെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ട് യോഗങ്ങളാണ് ചെയ്യേണ്ടത്. വർഷത്തിൽ 2 യോഗമാണ് വേണ്ടത്. അതുപോലെ തന്നെ ജില്ലയിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയാണ്, 2 തവണയാണ് യോഗം കൂടേണ്ടത്. അപ്പോൾ ദേശീയ അതായത് കേന്ദ്ര ഉപഭോക്തൃ സമിതിയിൽ മാത്രമാണ് ഒരു തവണയെങ്കിലും കൂടണമെന്ന് പറയുന്നത്. ബാക്കി സംസ്ഥാന സംരക്ഷണ സമിതിയിലാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയിലാണെന്നുണ്ടെങ്കിലും 2 തവണയോ ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തവണയാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതിക്ക്, ഒരു തവണയാണ് ബാക്കി ജില്ലയിലാണെന്നുണ്ടെങ്കിലും അല്ലേ, ജില്ലയിലാണെന്നുണ്ടെങ്കിലും സംസ്ഥാനത്താണെന്നുണ്ടെങ്കിലും 2 തവണയാണ് മീറ്റിംഗ് കൂടണമെന്ന് പറയുന്നത്, യോഗം കൂടണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? LDCക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം അധാർമിക വ്യാപാര രീതി? അധാർമിക വ്യാപാര രീതി എന്ന് വെച്ചാൽ എന്താണ്? വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക. വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക എന്ന് പറയുന്നത് ഒരു അധാർമിക വ്യാപാര രീതിയാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചത് തന്നെ അറിയാം അല്ലേ. അതുപോലെ തന്നെ ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നതും അധാർമിക വ്യാപാര രീതി തന്നെയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ്. വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ
വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക. അതുപോലെ ഉപഭോക്താവിൻ്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നതും 2019 അധാർമിക വ്യാപാര രീതിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്? ഒന്ന്, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടുവാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല അല്ലേ? അത് ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്കറിയാലോ. വിപണി നിരക്കിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ സേവനങ്ങളൊക്കെ കിട്ടുന്നതിനുള്ള അവകാശം ഒന്നും ഉപഭോക്തൃ ഇതിൽ പറയുന്നില്ല, അവകാശങ്ങളിൽ പറയുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്, പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം നമ്മൾ പറഞ്ഞു അല്ലേ. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാർന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാക്കുവാനുള്ള അവകാശം വരുന്നുണ്ട്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം വരുന്നുണ്ട് അല്ലേ. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം വരുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അറിയുവാനുള്ള അവകാശം അല്ലേ. അറിയുവാനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം വരുന്നുണ്ട്. പ്രാതിനിധ്യത്തിനുള്ള അവകാശം വരുന്നുണ്ട്. പ്രാതിനിധ്യത്തിനുള്ള അവകാശം വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിഹാരത്തിനുള്ള അവകാശം, ഉപഭോക്തൃ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരുന്നുണ്ട്. പിന്നെ എന്താ നമ്മൾ പറഞ്ഞത്? പിന്നെന്തൊക്കെയാണ് പറഞ്ഞത്? പരിഹാരങ്ങൾക്കുള്ള അവകാശം പറഞ്ഞു. അതുപോലെ തന്നെ സാധനങ്ങൾ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്ന് പറയുന്നത് മറ്റവരുടെ അവകാശമാണ് അല്ലേ. ഉപഭോക്തൃ കമ്മീഷൻ്റെ അവകാശമാണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രകാരം പറയുന്നതാണ്. അതുപോലെ തന്നെ സേവനങ്ങളുടെയും ഗുണനിലവാരം, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം ആർക്കുണ്ട്? ഉപഭോക്താക്കൾക്കുണ്ട്. അറിയുവാനുള്ള അവകാശമുണ്ട് നമ്മൾ പറഞ്ഞു. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. അറിയുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട്. പ്രാതിനിധ്യത്തിനുള്ള അവകാശമുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമുണ്ട്. ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവയൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എല്ലാ പോയിൻറ്റ്സും പറയുന്നത് അത് അങ്ങോട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വീണ്ടും പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറയുന്നത്. കാണാനായിട്ട് തന്നെ വീണ്ടും കേൾക്കാൻ ഇതുണ്ടെന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണ്? ഉപഭോക്താവിൻ്റെ അവകാശമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം ഉണ്ടോ? നമുക്കുണ്ടോ? നമ്മൾ ഒരു സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാമ്പിൾ ഫ്രീ ആയിട്ട് ലഭിക്കുക എന്ന് പറയുന്നില്ല അല്ലേ. സൗജന്യമായിട്ട് ലഭിക്കുക എന്ന് പറയുന്നത് വരുന്നില്ല. ഇനി വിപണി നിരക്കിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടുവാനുള്ള അവകാശം നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റ് തന്നെ കണ്ടു അല്ലേ. ലേബർ അസിസ്റ്റന്റിനെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ 2025. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ സേവനങ്ങൾ ആവശ്യപ്പെടുവാനുള്ള അവകാശം വരുന്നുണ്ടോ? ഇല്ല. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ചുള്ള അറിയുവാനുള്ള അവകാശം വരുന്നുണ്ട് അല്ലേ. അതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഉൽപ്പന്നത്തിൻ്റെ അവലോകനം സംബന്ധിച്ചുള്ള ചിലവുകൾ തിരികെ ലഭിക്കുവാനുള്ള അവകാശമുണ്ടോ? ചിലവുകൾ തിരികെ ലഭിക്കുന്നതിനുള്ള അവകാശമൊക്കെ വരുന്നുണ്ടോ? ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ വരുന്നില്ല അല്ലേ അതൊന്നും. അപ്പോൾ ശരിയായിട്ടുള്ള ഏതാണ്? ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം. പിന്നെ നമ്മൾ എന്താ പറയുന്നത്? ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, കേൾക്കുവാനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം, അതുപോലെ തന്നെ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും ഗുണനിലവാരം, അളവ്, വില എന്നിവയെക്കുറിച്ച് അറിയുവാനുള്ള അവകാശം എന്നിവയൊക്കെ സുരക്ഷിതത്വത്തിനുള്ള അവകാശം എന്നിവയൊക്കെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്ലർക്ക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എത്ര വകുപ്പുകളാണുള്ളത്? എത്ര വകുപ്പുണ്ട്? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 107 വകുപ്പാണുള്ളത്. എത്ര അധ്യായമുണ്ട്? അധ്യായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 8 അധ്യായങ്ങളാണുള്ളത്. 8 അധ്യായങ്ങളും 107 വകുപ്പുകളുമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 107 വകുപ്പുകളും 8 അധ്യായങ്ങളും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് രൂപം കൊണ്ടത്. പുതുതായിട്ട് രൂപം കൊണ്ടത് ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് പുതുതായിട്ട് രൂപം കൊണ്ടത്. പഠിച്ചു വയ്ക്കുക, അത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചതിൽ പുതുതായി രൂപം കൊണ്ട സ്ഥാപനം ഏതാണ്? ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ്. ഇന്ന് നോക്കിയേ, കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മൾ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ഈ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ഉൾപ്പെടുത്താനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. വിവരാവകാശ നിയമവുമായി 2025 തന്നെ ചോദിച്ച ക്വസ്റ്റ്യനാണ്. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 10 ദിവസത്തിനുള്ളിൽ ആ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതാണ് അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 5 ദിവസത്തിനുള്ളിലാണ് ആ വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകേണ്ടത്. തിരിച്ച് മറുപടി നൽകേണ്ടത് ചോദിക്കുകയാണെങ്കിൽ 10 ദിവസമാണ്. പക്ഷെ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വ്യക്തിക്ക് കൊടുക്കണം. മൂന്നാം കക്ഷി വിവരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മൂന്നാം കക്ഷിക്ക് അറിയിപ്പ് കൊടുക്കേണ്ടതാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിലാണ് കൊടുക്കേണ്ടത്. തിരിച്ച് അങ്ങോട്ടേക്ക് മറുപടി, അതായത് ഈ മൂന്നാം കക്ഷി വിവരങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മൂന്നാം കക്ഷിക്ക് അറിയിപ്പ് ലഭിച്ചു, എന്നിട്ട് തിരിച്ച് മറുപടി കൊടുക്കല്ലോ, അതാണെങ്കിൽ 10 ദിവസമാണ് എന്നുള്ളത് ശരിയാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് തെറ്റാണ് അല്ലേ? ഇനി വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷി വിവരങ്ങൾ ഒരിക്കലും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണല്ലോ. വ്യാപാരം അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യം വരികയാണെന്നുണ്ടെങ്കിൽ മൂന്നാം കക്ഷിക്ക് വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാൻ കഴിയില്ല. തെറ്റാണല്ലേ? മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാനായിട്ട് കഴിയും. ഇപ്പം അപ്പീൽ നൽകാനായിട്ട് കഴിയും. എത്ര ദിവസമാണ് അപ്പീൽ നൽകണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ? 40 ദിവസമായിരുന്നില്ലേ? 40 ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാമെന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തെറ്റാണ് വരുന്നത്. അപ്പോൾ മുകളിൽ പറഞ്ഞ ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. സംസ്ഥാന വിവരാവകാശ ഉദ്യോഗസ്ഥൻ മൂന്നാം കക്ഷി വിവരങ്ങൾ ഏതെങ്കിലും വ്യക്തിക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ വിവരങ്ങൾ ആവശ്യപ്പെട്ട് 5 ദിവസത്തിനുള്ളിൽ മൂന്നാം വ്യക്തിക്ക് രേഖാമൂലം അറിയിപ്പ് നൽകണം. അതുപോലെ വ്യാപാര അല്ലെങ്കിൽ വാണിജ്യ രഹസ്യങ്ങളുടെ കാര്യത്തിൽ മൂന്നാം കക്ഷിക്ക് വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. മൂന്നാം കക്ഷി വിവരങ്ങൾ നൽകാനുള്ള തീരുമാന നോട്ടീസിന് അപ്പീൽ നൽകാനായിട്ട് കഴിയും. നെക്സ്റ്റ്, വിവരാവകാശ ഉദ്യോഗസ്ഥന് വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? മൂന്നാം കക്ഷി വിവരങ്ങൾ ഉൾപ്പെടുമ്പോൾ നമ്മൾ പറഞ്ഞൂലേ, നമുക്ക് അതിനുള്ള തീരുമാനമൊക്കെ ലഭിക്കും, അതിനുള്ള അപ്പീൽ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വരുന്നില്ല. സംസ്ഥാനത്തിന് കൈവശമുള്ള പകർപ്പവകാശത്തെ അത് ലംഘിക്കുമ്പോൾ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് വായിച്ചു നോക്കിയ സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ, അതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത ഒരു വ്യക്തിയുടെ പകർപ്പവകാശം ലംഘിക്കുമ്പോൾ ആ വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാനായിട്ട് സാഹചര്യം ആണല്ലേ, നമുക്ക് വിവരങ്ങൾ ലഭിക്കില്ല. വിവരങ്ങളിലേക്കുള്ള ലഭ്യത നിഷേധിക്കാൻ സാധ്യതയുള്ള സാഹചര്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളാണെങ്കിൽ നമുക്ക് ലഭിക്കില്ല. സംസ്ഥാനവുമായി ബന്ധമില്ലാത്ത വ്യക്തിയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, പകർപ്പവകാശത്തെ ലംഘിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വിവരങ്ങൾ ലഭിക്കുന്നില്ല. അതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു 3-4 ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, അത് കാരണമാണ് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് എന്നാണ്, വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡ്സ് സ്വകാര്യ കോളേജുകൾ വരുമെന്ന് വിധിച്ച കേസ് ഏതാണ്? വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡ്സ് സ്വകാര്യ കോളേജുകൾ വരുമെന്ന് വിധിച്ച കേസ് ഏതാണ്? വർഗീസ് VS MG യൂണിവേഴ്സിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? വിവരം എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? പ്രമാണങ്ങൾ വരാം, ഇമെയിലുകൾ വരാം. ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളും എന്തിൽ വരുന്നതാണ്? വിവരങ്ങളിൽ വരുന്നതാണ്. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്താണ്? വിവരത്തിൽ വരുന്നവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2025 ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഉണ്ടോ, അതുവരെ ചോദിച്ചിട്ട് എല്ലാ ചോദ്യങ്ങളും നമ്മൾ എടുത്തിട്ടുണ്ട്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പിലാണ് ഉപഭോക്തൃ അവകാശങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്? വകുപ്പാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഏത് സെക്ഷനാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സെക്ഷൻ 8-ലാണ്. സെക്ഷൻ 8-ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഉപഭോക്തൃ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 8-ലാണ്.
ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി നമുക്ക് 2024 ചോദിച്ച PSC ചോദ്യങ്ങൾ നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏതാണ് ഉപഭോക്താവിൻ്റെ അവകാശം അല്ലാത്തത്? നമ്മൾ പറഞ്ഞല്ലേ, കുറേ അവകാശങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കേൾക്കുവാനുള്ള അവകാശം. ശരിക്കും പറഞ്ഞാൽ 6 അവകാശങ്ങളാണ് എന്തിൽ പറയുന്നത്? ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്നത്. പ്രധാനപ്പെട്ട 6 അവകാശങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് കേൾക്കുവാനുള്ള അവകാശമാണ്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമാണ് രണ്ടാമത് വരുന്നത്. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം എന്ന് പറയുന്നത് എന്തിൽ വരുന്നതാണ്? ഉപഭോക്തൃ അവകാശങ്ങളിൽ വരുന്നവയാണ്. ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ കേൾക്കാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പിന്നെന്തൊക്കെയാണ് വരുന്നത്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം. എന്തൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സുരക്ഷിതത്വത്തിനെക്കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. കേൾക്കുവാനുള്ള അവകാശം പറഞ്ഞോല്ലേ, പ്രാതിനിധ്യത്തിനുള്ള അവകാശം. കേൾക്കുവാനുള്ള അവകാശം അതല്ലെങ്കിൽ എന്താണ്? പ്രാതിനിധ്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശത്തെയും കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താണ് വരുന്നത്? അറിയുവാനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. അറിയാനുള്ള അവകാശത്തെക്കുറിച്ച് എന്തിനു പറയുന്നുണ്ട്? ഈ ഉപഭോക്തൃ അവകാശങ്ങളിൽ വരുന്നതാണ് അറിയാനുള്ള അവകാശം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കേൾക്കുവാനുള്ള അവകാശം, ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, അതുപോലെ തന്നെ ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം പറഞ്ഞല്ലോ അല്ലേ. ഏതാണ്? പ്രാതിനിധ്യത്തിനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം, അറിയുവാനുള്ള അവകാശം എന്നിവയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിൻ്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുകയാണ്. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ രാഹുൽ എന്ത് ചെയ്യാണ്? ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയില്ലേ, എന്നിട്ട് ഒരു പാക്കറ്റ് എടുത്തു. ആ പാക്കറ്റിൽ നോക്കിയിട്ടുള്ള എല്ലാ വിവരങ്ങളും ഇങ്ങനെ ശ്രദ്ധാപൂർവം വായിക്കുകയാണ്. അപ്പോൾ അവിടെ ഏത് അവകാശമാണ് വരുന്നത്? ഏതാണ്? ഇതിലെ സാധനങ്ങളെക്കുറിച്ച് അറിയുവാനല്ലേ വിവരാവകാശമല്ലേ വരുന്നത്? വിവരങ്ങളെക്കുറിച്ച് അറിയുവാനുള്ള അവകാശമല്ലേ വരുന്നത്? അപ്പോൾ എന്താണ് വരുന്നത്? വിവരാവകാശമാണ് വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, വിവരാവകാശമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഉപഭോക്താവിന് ഓൺലൈനായി പരാതി നൽകാം. ശരിയല്ലേ? ഉപഭോക്താവിന് ഓൺലൈനായിട്ട് പരാതി നൽകാനായിട്ട് പറ്റും. ശരിയാണ്. ഉപഭോക്താവിന് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പരാതി നൽകാം. എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇനി എന്താണ്? ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചോ ഉള്ള പരാതി 3 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. തെറ്റാണ്. എത്ര വർഷത്തിനുള്ളിലാണ് പരാതി നൽകേണ്ടത്? ഉപഭോക്താവ് സേവനത്തെ സംബന്ധിച്ചോ സാധനത്തിനെ സംബന്ധിച്ചുള്ള പരാതി 2 വർഷത്തിനുള്ളിൽ നൽകേണ്ടതാണ്. 2 വർഷമാണ് പറയുന്നത്. അപ്പോൾ എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റല്ലേ? അപ്പോൾ 1, 2 ഇവിടെ ശരിയായിട്ട് വരുന്നത്. ബി ആണ് ശരിയായിട്ട് വരുന്നത്. 1ഉം 2ഉം ശരിയാണ്. അപ്പം എന്താ പറഞ്ഞത്? ഉപഭോക്താവിന് ഓൺലൈനായിട്ട് പരാതി നൽകാം. അയാൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ചും പരാതി നൽകാം. അതുപോലെ തന്നെ എന്താ പറയുന്നത്? 2 വർഷത്തിനുള്ളിലാണ് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നൽകേണ്ടത് അല്ലേ. എന്നാൽ അതിനേക്കാളും മതിയായ കാരണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ കാലാവധി എടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ നമ്മൾ പറയുന്നത് 2 വർഷമാണ് ശരിക്കുള്ള കാലാവധി പറയുന്നത്. മതിയായ കാരണമുണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം പറ്റുമെന്നും പറയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്കൊക്കെ പരാതിക്കാരനാകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. എന്താണ് ഫസ്റ്റ് പറയുന്നതാണ്? ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ ആകാം. ശരിയാണ്. ഒരു ഉപഭോക്താവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ എന്തായിട്ട് പരാതിക്കാരനായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഉപഭോക്താവാം പരാതിക്കാരനല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആയിരിക്കാം. ശരിയാണ്. കേന്ദ്ര ഗവൺമെൻറ്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റോ ആയിരിക്കാം. കേന്ദ്ര ഗവൺമെൻറ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആയിരിക്കാം പരാതി നൽകുന്നത്.
പിന്നെ ആർക്കൊക്കെ പറ്റും? രജിസ്റ്റർ ചെയ്തതോ അല്ലാത്ത സ്ഥാപനങ്ങളുണ്ടായിരിക്കുമല്ലോ, രജിസ്റ്റർ ചെയ്തതോ അല്ലെങ്കിൽ അല്ലാത്ത സ്ഥാപനങ്ങളുണ്ടായിരിക്കും, അവർക്കൊക്കെ ഈ പരാതി നൽകാവുന്നതാണ്. ഹിന്ദു അവിഭക്ത കുടുംബത്തിന് പരാതി നൽകാം. അതുപോലെ തന്നെ സഹകരണ സംഘത്തിന് എന്ത് ചെയ്യാം? പരാതി നൽകാം, സഹകരണ സംഘം. അതുപോലെ തന്നെ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലാത്ത വ്യക്തിയായിരിക്കാം. അപ്പോൾ രജിസ്റ്റർ ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലാത്ത വ്യക്തിയായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രജിസ്റ്റർ ചെയ്തോ അല്ലാത്ത സ്ഥാപനമായിരിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തോ അല്ലാത്ത വ്യക്തിയായിരിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞു അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരു രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആയിരിക്കാം. കോർപ്പറേഷൻ ആയിരിക്കാം. എന്തെങ്കിലും കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘം, സഹകരണ സംഘം പറഞ്ഞില്ല, അതുപോലെ തന്നെ വ്യക്തികളുടെ സംഘമായിരിക്കാം, ഏതെങ്കിലും കമ്പനി ആയിരിക്കാം, കോർപ്പറേഷൻ ആയിരിക്കാം. അതുപോലെ തന്നെ ഇതിലൊന്നും പെടാത്ത കൃത്രിമ ജുറീഡിക്കൽ വ്യക്തിക്കും പരാതിക്കാരനാകുന്നതിനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? ഒരു ഉപഭോക്താവായിരിക്കാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷൻ ആയിരിക്കാം, കമ്പനി ആയിരിക്കാം, കോർപ്പറേഷൻ ആയിരിക്കാം, സഹകരണ സംഘമായിരിക്കാം, വ്യക്തികളുടെ സംഘമായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്ത കൃത്രിമ ജുറീഡിക്കൽ വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വ്യക്തിയായിരിക്കാം, അല്ലാത്ത വ്യക്തിയായിരിക്കാം. അതുപോലെ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമായിരിക്കാം, അല്ലാത്ത സ്ഥാപനങ്ങൾക്കൊക്കെ എന്താണ് പരാതിക്കാരനാകാവുന്നതാണ്. അപ്പോൾ ഒരു ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആരൊക്കെ പരാതിക്കാരനാകാമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. വ്യക്തി എന്ന് പറയുന്നതിൽ വരുന്നതാണ്ടോ ഈ ഒരു സംഭവങ്ങളൊക്കെ? വ്യക്തി എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ഉപഭോക്താവ് എന്ന് പറയുന്നത് വേറൊരു ഇതാണ്. അതിനുശേഷം വ്യക്തി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കറക്റ്റ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയിൽ പറയുന്നതാണ് ഈ ഉപഭോക്തൃ അസോസിയേഷൻ, സഹകരണ സംഘം, വ്യക്തികളുടെ സംഘമൊക്കെ നമ്മൾ പറഞ്ഞില്ല. ബാക്കിയൊക്കെ എന്താണ്? വ്യക്തി എന്ന് പറയുന്നതിൽ വരുന്നതാണ്, വ്യക്തിയുടെ നിർവചനമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? 10 ലക്ഷം രൂപ വരെയാണ്. 10 ലക്ഷം രൂപ വരെയാണ് പിഴ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 10 ലക്ഷം രൂപ വരെയാണ് എന്തിൽ വരുന്നത്? പിഴ വരുന്നത്. ഈ കുറ്റങ്ങളെയും പിഴകളെയും കുറിച്ച് പറയുന്നത് അധ്യായം 7 അപ്പോൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങളാണുള്ളത് കേട്ടോ. 8 അധ്യായങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉള്ളതിൽ. ഇതിൽ 7ാമത്തെ അധ്യായത്തിലാണ് എന്ത് വരുന്നത്? ഈ പിഴകളെക്കുറിച്ചൊക്കെ പറയുന്നത് 7ാമത്തെ അധ്യായത്തിലാണ് പിഴകളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടോ. 7ാമത്തെ അധ്യായത്തിലാണ് പിഴകളെക്കുറിച്ച് പറയുന്നത്. ഈ തെറ്റായ പരസ്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷം വരെ തടവ്, 2 വർഷം വരെയാണ് തടവ് പറയുന്നത്. 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയാണ് വരുന്നത്. 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത് തെറ്റായ പരസ്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇത് ആവർത്തിച്ച് നമ്മൾ പിഴ ഈടാക്കി എന്നാലും ഇവരിത് ആവർത്തിക്കുകയാണെന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം വരെ തടവും. ഈ 2 തടം എന്തായിട്ട് മാറും? 5 വർഷം എന്നായിട്ട് മാറും. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ വരെ പറഞ്ഞിട്ടില്ല, അത് 50 ലക്ഷം രൂപ വരെ ആവാം. 5-50 എന്നുള്ളതിലേക്കും വരാം ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. തെറ്റായ പരസ്യം കൊടുത്തിട്ട് നമ്മൾ ഒരു വാർണിംഗ് കൊടുത്തതിന് ശേഷം, പിഴ ഈടാക്കിയതിന് ശേഷം ഇവരിത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് പറയുന്നത്? 5 വർഷം വരെ തടവും, 50 ലക്ഷം രൂപ വരെ പിഴയും വരുന്നുണ്ട്. അപ്പോൾ 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് തെറ്റായ പരസ്യങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ശരിക്കും അതാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് കേട്ടോ. പക്ഷെ ഇത് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? 5 ലക്ഷം രൂപ 50 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും വരുന്നുണ്ട്. നമുക്കിനി 2-3 ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്ര അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ എത്ര മാസം വരെ തടവാണ് പറയുന്നത്? 6 മാസം വരെ തടവ്. 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. 6 മാസം വരെ തടവോ 20 ലക്ഷം രൂപ വരെ പിഴയോ എന്തിൽ വരുന്നുണ്ട്? ഈ കേന്ദ്ര അതോറിറ്റി തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. 6 മാസം വരെ തടവോ അല്ല എന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഇനി നമ്മൾ തെറ്റായ പരസ്യങ്ങൾ പറഞ്ഞല്ലോ അല്ലേ. അതുപോലെ തന്നെ മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ സംഭരണം, നിർമ്മാണം, വിതരണം,
ഇറക്കുമതി അതുമായി ബന്ധപ്പെട്ട ശിക്ഷ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മായം കലർന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ശിക്ഷ വരുന്നത് ഹാനിയില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്കും അത് ഹാനികരമായിട്ടില്ല ദോഷമായിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത് 1 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഹാനികരമായിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഇനി ഗുരുതരമല്ലാത്ത ഹാനിയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണാം. ഗുരുതരമല്ലാത്ത ഹാനിയാണ് ഗുരുതരമല്ലാത്തത് ചോദിക്കുകയാണെങ്കിൽ ഗുരുതരമല്ലാത്ത ഹാനിയാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത് 3 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഇനി ഗുരുതരമാണെന്നുണ്ടെങ്കിലോ ഗുരുതരമാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും വരും 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും വരും. ഇനി മരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചതിന് ശേഷം ഒരാൾ മരിക്കുകയാണ്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രയാണ് പിഴ വരുന്നത്? 7 വർഷത്തിൽ കുറയാത്ത മരിക്കുകയാണെന്നുണ്ടെങ്കിൽ മരിച്ചാൽ 7 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും വരും. ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപ വരെ പിഴയും വരുന്നുണ്ട്. അപ്പോൾ ഇത്ര പഠിച്ചു വയ്ക്കാം. പിഴകൾ ഇത്രയും വരുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് ഒന്നുമില്ല, അത്രയും പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു പരസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ എത്രയാണ് വരുന്നത്? 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഈ തെറ്റ് വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, അതായത് തെറ്റായ പരസ്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം വരെ തടവും 50 ലക്ഷം രൂപ പിഴ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര അതോറിറ്റി തരുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 20 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത് 6 മാസം വരെ തടവും 20 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഇനി മായം കലർന്ന ഉൽപ്പന്നത്തിൻ്റെ സംഭരണം, നിർമ്മാണം, വിതരണം, വിൽപ്പന, ഇറക്കുമതി എന്നിവയുമായി ബന്ധപ്പെട്ട ശിക്ഷ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹാനികരമായിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഹാനികരമായിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 മാസം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഇനി ഗുരുതരമല്ലാത്ത ഹാനിയാണെന്നുണ്ടെങ്കിലോ 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. 1 വർഷം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയാണ് വരുന്നത്. ഗുരുതരമായ ഹാനിയാണെന്നുണ്ടെങ്കിൽ 7 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും വരും 5 ലക്ഷം രൂപ വരെ പിഴയും വരും. ഇനി മരിക്കുകയാണെന്നുണ്ടെങ്കിലോ 7 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവും 10 ലക്ഷം രൂപയിൽ കുറയാത്ത കാശാണ് വരുന്നത് കേട്ടോ. 10 ലക്ഷം രൂപ വരുന്നുണ്ട്. അതുപോലെ തന്നെ 7 വർഷത്തിൽ കുറയാത്ത ജീവപര്യന്തം തടവും വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് പിഴകളെ കുറിച്ച് പറയുന്ന അധ്യായം. നമ്മൾ പറഞ്ഞല്ലോ 7-ാമത്തെയാണ് കുറ്റങ്ങളെയും പിഴകളെയും കുറിച്ച് പറയുന്ന അധ്യായം. ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അധ്യായം 7 പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷൻ? കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് എല്ലാവർക്കും ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സുപ്രധാന നിയമങ്ങളിലെ ഉപഭോക്തൃ തർക്ക